ഹായ് ഓൾ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാവും. നമ്മൾ തല മാറ്റി വെക്കുകയൊന്നുമല്ല, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഒരു മാനസികാവസ്ഥ അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് മൈൻഡ് സെറ്റിനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാകും. അപ്പോൾ ആ മൈൻഡ് സെറ്റിനകത്തൊക്കെ എന്താണ്, നമ്മളെല്ലാം ചെറുതായിട്ടാണോ കാണുന്നത്, വലിയ ഗോളുകളാണോ, അതോ മിനിമം ഗോളുകളാണോ? ഇനി നമുക്ക് ഇപ്പോഴുള്ള മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഗോളുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നിങ്ങൾ എത്തുമോ? പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുണ്ട്. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഫിക്സായി, ഇനി എനിക്ക് ഗ്രോ ചെയ്യാനൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തന്നെ പോകുള്ളൂ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല, ഇപ്പോൾ 70 വയസ്സായാലും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിച്ച് ആരിൽ നിന്നൊക്കെ പഠിച്ച് പൊങ്ങി വരുന്നതാണ്. ഇനി നമ്മൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സഡ് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെടി വളരുന്നത് പോലെ, ഓരോ സെൻറ്റിമീറ്ററായിട്ട് വളരുന്നത് പോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുന്നത്, നമ്മൾ മൈൻഡ് സെറ്റിനകത്ത് പ്രധാന മൈൻഡ് സെറ്റ് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഏറ്റവും അനുകൂലമായി വളരാൻ പറ്റിയ സംഭവം എവിടെ കണ്ടാലും നമ്മൾ വീണ്ടും അതിനെ അപ്പം തന്നെ നമ്മൾ എംബറൈസ് ചെയ്യണം. അപ്പോൾ എംബറൈസ് ചാലഞ്ചസ് വരുമ്പോഴേ നമുക്ക് മാറാനായിട്ട് ആഗ്രഹമുള്ളൂ. പിന്നെ ഈ ചാലഞ്ചസ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഒബ്സ്റ്റക്കിൾ അല്ല. അപ്പോൾ ഈ തടസ്സങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ തടസ്സത്തിൻ്റെ മുകളിൽ കൂടെ മറികടക്കാനുള്ള വഴി ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് കയറുമ്പോൾ ഇച്ചിരി അൺപ്ലസൻ്റ് ആയിട്ട് കേൾക്കുമെന്ന് തോന്നും. പക്ഷേ വീണ്ടും നമ്മളൊരു സെക്കൻഡ് ആ ഒരു തേർഡ് തോട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒന്ന് മാറ്റിക്കൂടെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചില ക്രിറ്റിസിസം ആയിരിക്കും നമ്മളെ വളർത്തുന്നത്. അപ്പോൾ ഒരു ക്രിറ്റിസിസം ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സാധ്യത കൂട്ടുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബിലീഫ് ഇൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, നമുക്ക് ഒത്തിരി ഇനിയും വികസിക്കാൻ പറ്റും. അപ്പോൾ നമുക്കതുപോലെ തന്നെ നമുക്കൊരു ലൈഫ് ലോങ് ജേർണി ഉണ്ട്, ഇനിയും നമ്മൾ ഒത്തിരി മാറാം എന്നുള്ള അതിനെ അക്നോളജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗോൾ ചെറുതായിട്ട് നിർത്തുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകൾ കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യുക, നിനക്ക് ഇത്രേ പറ്റുള്ളൂ, നമ്മുടെ ലിമിറ്റ് അവിടെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ പുഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഇന്നർ ഡയലോഗ്, എനിക്കിതിനും കൂടുതൽ പറ്റും, ഇതിൻ്റെ അപ്പുറത്തേക്ക് പറ്റും. പിന്നെ നമുക്ക് നെഗറ്റീവ് ബിലീഫ്സും എല്ലാം കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു പോസിറ്റീവ് ബിലീഫ്സ് കൊണ്ടുവരിക. തടസ്സമാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ളതിനകത്ത് ഒരു പോസിറ്റീവ് ബിലീഫും ഒരു പോസിറ്റീവ് അഫർമേഷനും കൊടുത്താൽ അതങ്ങ് പോകുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ടിടുക, വീണ്ടും വരുമ്പോഴത്തേക്ക് പോസിറ്റീവ് ചിന്ത കൊണ്ടിടുക. പിന്നെ അഡോപ്റ്റിങ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച്, എപ്പോഴും ഒരു പരിഹാരം, എന്ത് കാര്യം കണ്ടാലും നമ്മുടെ ഒരു പരിഹാരമുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിനകത്ത് നിൽക്കത്തില്ല, എല്ലായ്പ്പോഴും നമ്മൾ സൊല്യൂഷൻസാണ്. പിന്നെ ചേഞ്ചാണ് നമ്മൾ നോക്കുന്നത് മുഴുവനും, എങ്ങനെ നമുക്ക് ചേഞ്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചേഞ്ച് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇറ്റ്സ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ഗ്രോത്ത്, എവല്യൂഷൻ സംഭവിക്കുകയാണ്. പിന്നെ നമുക്ക് എപ്പോഴും വിഷ്വലൈസേഷൻ ടെക്നിക്സ് അതിനകത്ത് ഉപയോഗിക്കാം. വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അപ്പോൾ അത് നമ്മൾ സക്സസ്സിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരും. പിന്നെ അപ്പോൾ എപ്പോഴും കൂടെ അഫർമേഷൻ ഫോർ സക്സസ് കൊടുക്കാം. പിന്നെ റിപ്പീറ്റഡ് അഫർമേഷൻ, നമ്മുടെ ഗോളിൽ എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് വീണ്ടും കണ്ട് അതിലേക്കുള്ള അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് ഓവർകമ്മിങ് ഫിയർ ഓഫ് ഫെയിലിയർ, അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുമ്പോൾ പിന്നെ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നല്ലതാണ്. ഇപ്പോൾ ചന്ദ്രയാൻ 3 വിജയിക്കാനുള്ള കാരണം എന്താ? ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ പരാജയം നല്ലതാണ്, അടുത്തതിലേക്ക് എനിക്ക് കുതിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒത്തിരി ലേൺ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് വളരെ ആഴത്തിൽ ചിന്തിക്കണം, കണ്ടംപ്ലേറ്റ് ചെയ്യണം, നമുക്കിനി എങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ അതുപോലെ തന്നെ സെലിബ്രേറ്റിംഗ് സ്മോൾ വിൻസ്, ചെറിയ വിജയങ്ങളുണ്ടായാലും, അപ്പം സ്മോൾ അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ തന്നെ നമ്മൾ അതിനെ അക്നോളജ് ചെയ്യണം. എപ്പോഴും ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഏത് ചാലഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ്, അത് നമ്മളിങ്ങനെ ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്പൺനെസ് ടു ലേണിംഗ്, മനസ്സിൻ്റെ ജാലകങ്ങൾ ഇങ്ങനെ തുറന്നിട്ടേക്കുക. എവിടെ നിന്ന് പുതിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ലേൺ ചെയ്ത് ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്.
പിന്നെ എപ്പോഴും നമ്മൾ സറൗണ്ട് യുവേഴ്സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം നെഗറ്റീവായിട്ടുള്ളവരുമായിട്ട് പയ്യെ വിച്ഛേദിക്കുക. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ആൻഡ് എൻവയറമെൻറ്റ് എപ്പോഴും നമുക്ക് ഉണ്ടാക്കുക എവിടെ നിന്നാണെങ്കിലും. പിന്നെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ വിധത്തിലും നമുക്ക് എവിടെ നിന്നൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ ആ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നതൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡും അബണ്ടൻസുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുന്നു പതിയെ അബണ്ടൻസ് വരും. ഡെവലപ്പിംഗ് റെസീലിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞൊരിതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഡൗൺസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാനുള്ള കഴിവ്. അവിടെ നമുക്ക് ഏത് സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാലും. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെയിനകത്ത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് വരുന്ന ഇൻപുട്ട് കയറുമ്പം നമുക്ക് ദേഷ്യമുള്ളത് കാണുമ്പോഴും പകയുള്ളത് കാണുമ്പോഴും സ്ട്രെസ്ഫുള്ളായിട്ട് ഉള്ളത് കാണുമ്പോഴും ഫിയർഫുള്ളായിട്ട് കാണുമ്പോഴൊക്കെ അതിന് പറ്റിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ന്യൂറോൺസിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ബോഡി കെമിസ്ട്രി, പ്രത്യേകിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഇതിൽ നിന്നെല്ലാം നമ്മൾ ശരീരം മൊത്തമേ ഡിറ്റാച്ച്ഡ് ആകുകയാണ്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമ്മൾ റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുക. അപ്പോൾ റെസ്പോൺസിബിലിറ്റി മീൻസ് പവർ. നമുക്ക് തന്നിട്ടുള്ള കാര്യം നന്നായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പവർഫുള്ളാകാൻ തുടങ്ങും. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ വർത്ത് വീണ്ടും വീണ്ടും അഫേം ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മുടെ ഒരു ഇൻഹെറൻറ്റ് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എടുത്ത് കളയണം. നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ. പിന്നെ അതുപോലെ തന്നെ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സെൽഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിലേക്ക് പുറകോട്ടൊന്ന് പോവുക. നമ്മൾ മിസ്റ്റേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, മോശം വല്ലതും ചെയ്തിട്ടുണ്ടോ, മോശമായ പരിണിത ഫലങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ള ഒരു റീ എക്സാമിനേഷനാണ് റിഫ്ലക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്താനായിട്ട് നോക്കുകയാണ്. ഇനി നമ്മൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും റീ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വരുത്തണം. പിന്നെ അവിടെ എപ്പോഴും പോസിറ്റീവ് ഇൻറ്റൻഷൻസ്, എല്ലാത്തിലും പോസിറ്റീവ് ഇൻറ്റൻഷൻസ് നമുക്ക് വെക്കാൻ പറ്റണം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു പോസിറ്റീവ് ഇൻറ്റൻഷനോട് തുടങ്ങാം. പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ മാത്രം ഫോക്കസ്. ഇപ്പം മഴ പെയ്യുമല്ലോ എന്നുള്ളത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുക. പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിത്തിൻ അവർ കൺട്രോൾ ആയിട്ടുള്ള ആസ്പെക്റ്റ്, അതിനെ ഗോളിൽ അതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം. പിന്നെ ഓരോ സക്സസ് ഉണ്ടാകുമ്പോൾ അതിലും പഠിക്കണം, ഏത് എലമെൻ്റാണ് നമ്മൾ സക്സസ്ഫുൾ ആയത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പാസ്റ്റ് സക്സസ് ഉണ്ട്, അതും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. പിന്നെ മറ്റുള്ളവർ സക്സസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പോസിറ്റിവിറ്റി എടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കൾട്ടിവേറ്റിംഗ് പേഷ്യൻസ്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് ക്ഷമ കുറച്ച് ആവശ്യമാണ്. പിന്നെ നമുക്ക് ഈ അബണ്ടൻസ് മെൻറ്റാലിറ്റി എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അബണ്ടൻസ് ഓഫ് ബിലീവ് ഇൻ അബണ്ടൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസോഴ്സസ് എല്ലാം ഇവിടെ ഉണ്ട്, നമ്മൾ കാണാത്തതാണ്. ഇനി നമ്മുടെ ഗോളിലേക്കുള്ള ആക്ഷൻസുമായിട്ട് മാത്രമാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എല്ലാ ആക്ഷൻസും ഗോളിലേക്ക് തെളിയണം. ഡെയിലി ആക്ഷൻസ്, അപ്പോൾ ലോങ് ടൈം ഗോൾസ്. നമുക്ക് നമ്മൾ ചില ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ഓക്കെ, അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇംപെർഫെക്ഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യണം. അതൊരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വന്നാൽ ആ നെഗറ്റീവിനകത്തൊരു പോസിറ്റിവിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജോലി നഷ്ടപ്പെട്ട ഒരാളായിരിക്കും വീണ്ടും ഇറങ്ങിയിട്ട് ഒരു വലിയ ബിസിനസ് കെട്ടിപ്പടുക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ജോലിയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് വിട്ടു നിന്നിട്ട് പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആൾക്കാരുണ്ട്. ഗവൺമെൻറ് ജോലികളൊക്കെ രാജിവെച്ചിട്ട് വന്നിട്ടുള്ളവർ. ഇനി ഫൈൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻസ്. അതിനകത്തോടെ നമുക്ക് നല്ല സാധ്യതയുണ്ട്. പിന്നെ എല്ലാത്തിനകത്തും നമുക്ക് ഗ്രോത്തിനുള്ള സാധ്യത കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മൈൻഡ് ടെക്നിക്കാണ്. നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ, ഇല്ലെങ്കിൽ നമ്മൾ ടി വി ട്യൂൺ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മൈൻഡിനെ ട്യൂൺ ചെയ്യാം. RAS, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും നല്ല വശങ്ങൾ കാണാൻ വേണ്ടി മാത്രം. ഇപ്പം മോശം വശം നിങ്ങളുടെ വൈഫ് ചെയ്യുന്നതിൽ, ഹസ്ബൻഡ് ചെയ്യുന്നതിലുള്ള മോശം വശം നിങ്ങൾ കാണത്തേയില്ല. കാരണം നമ്മൾ ട്യൂൺ ചെയ്തേക്കുക. അപ്പോൾ ഈ നല്ല വശം മാത്രം നമ്മൾ കാണുമ്പോൾ നമുക്കിപ്പോഴും ഹാപ്പിനെസ് വളരെ കൂടും. കുട്ടികളാണേലും ഓഫീസിലുള്ളവരാണേലും.
അപ്പോൾ നമുക്ക് ഓഡിറ്റ് ബാക്കി സിസ്റ്റമൊക്കെ ഉണ്ട്, അവർ കണ്ടുപിടിച്ചോളൂല്ലോ. അപ്പോൾ നമുക്ക് നല്ല വശം മാത്രം കണ്ടുകൊണ്ട് പോകാം. പിന്നെ നമുക്ക് ഈ പേഴ്സണൽ ഗ്രോത്ത് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണം. അതിപ്പോൾ അതിന് വാല്യൂ കൊടുത്തോണ്ട്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. പിന്നെ സെൽഫ് കെയർ, എല്ലാ സിറ്റുവേഷനും സെൽഫ് കെയർ ആൻഡ് റിലാക്സേഷൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ഇമോഷൻസ് വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. അവിടെ ലൈഫ് ലോങ് ലേണിങ്ങിന് വേണ്ടി നമ്മൾ കമ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രവർത്തിക്കാത്ത എപ്പോഴും പ്രാക്ടീസിങ് ഗ്രേഷ്യസ്നെസ്, കൈൻഡ്, കമ്പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കണം. പിന്നെ നമുക്ക് സക്സസ്സിലും ഫെയിലിയറിലും ഗ്രേഷ്യസ് ആയിട്ടിരിക്കുക. അതിന് പറയുന്നൊരു വാക്കുണ്ട്, ഇക്വാനിമിറ്റി എന്ന് പറയും. രണ്ടിൽ ഒരേ മനസ്സിത, നല്ലത് വന്നാലും മോശം വന്നാലും രണ്ട് കണ്ടാലും ഒരേപോലെ ഇരിക്കുക. പിന്നെ നമ്മൾ ഓൾവേസ് അലൈൻ വിത്ത് അവർ കോർ വാല്യൂവിനെ വിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അപ്പോൾ കോർ വാല്യൂവിന് ചേർന്നായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തിയും. പിന്നെ നമുക്കൊരു വിഷൻ ബോർഡ് എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഒരു 6 മാസം കൊണ്ട് വിഷൻ ബോർഡ് വീണ്ടും മാറ്റാം. പിന്നെ നമ്മുടെ ഗോൾ എപ്പോഴും ഒരു ടാഞ്ചിബിൾ വിഷൻ ബോർഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളെപ്പോഴും നമ്മളെ ആറ്റിറ്റ്യൂഡിൻ്റെ മുകളിലൊരു കൺട്രോൾ വേണം. അപ്പോൾ അപ്പുറമെല്ലാം നമ്മൾ അഫർമേഷൻ കൊടുത്താൽ ഉടനെ ആറ്റിറ്റ്യൂഡിന് സാരമായ ചേഞ്ചസ് വരും. അപ്പം നമുക്ക് ചാലഞ്ചസ് വരുമ്പോഴെല്ലാം അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്കിത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ചില കോൺഫിഡൻസ് കൂടാനായിട്ടുള്ള ചില ബ്രീതിങ് എക്സസൈസസ്, മൈൻഡിനെ ഫോക്കസ് ചെയ്യാനായിട്ട്, സെൽഫ് കമ്പാഷൻ, നമ്മളെ തന്നെ വളരെ കൈൻഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും എല്ലാ സൈഡിലും നമ്മൾ പ്രോബ്ലം ഇങ്ങനെ കാണുമ്പോഴെല്ലാം നമ്മൾ ആ സൊല്യൂഷൻ അപ്പോൾ നമ്മളേ സൊല്യൂഷനാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ജേണിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, നോട്ട് ബിഫോർ ഓർ ആഫ്റ്റർ. ലക്ഷ്യത്തിലേക്ക് പോകുന്ന ജേണിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ഓൾ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്? ബി ഹാപ്പിനെസ് ആണ്. അപ്പോൾ നമുക്ക് എൻജോയ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ടുവേഴ്സ് ദ ഗോൾ. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഒരു പേഴ്സണൽ എക്സലൻസിന് വേണ്ടി എല്ലാ എൻഡവേഴ്സിലും. പിന്നെ നമുക്ക് എപ്പോഴും മെൻറ്റർ ഉണ്ടെങ്കിൽ മെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, പിന്നെ പലരിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ സഹായികളായിട്ടുള്ളവരായിരിക്കണം ചുറ്റുവട്ടത്തുണ്ടാകുന്നത്. നമ്മുടെ പ്രോഗ്രസ്സുകളെ ഇങ്ങനെ എപ്പോഴും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കൊരു ഗ്രേറ്റ് മൈൻഡ് ഷിഫ്റ്റ് തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കണം. അപ്പം വളരെ പോസിറ്റീവായിട്ട് ഉള്ളൊരു മൈൻഡ് ഷിഫ്റ്റ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് നന്മ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.